വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗം തടയുക, ബസ്സുകളിലെ സ്പീഡ് ഗവർണർ പരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജോയിന്റ് ആർടിഒക്ക് പരാതി നൽകി. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ.പി. അനീഷ്, ബ്ലോക്ക് ഭാരവാഹികളായ ഷാഹിദ് എം, ഇ ഷിജിൽ, കെ ഹരിമുൻ എന്നിവരാണ് സ്വകാര്യ ബസ്സുകൾക്ക് വേഗപ്പൂട്ട് വേണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയത്. കോഴിക്കോട് പാലക്കാട് പാതയിൽ ബസ്സുകളെല്ലാം അമിത വേഗമാണ്. പല ബസ്സുകളും അപകടം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ജനങ്ങൾക്ക് വലിയ ഭീതി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി ഇപ്പോൾ RTOക്ക് പരാതി നൽകി. അപ്പോൾ RTO എന്താണ് പറഞ്ഞത്? ഇനി തുടർന്ന് നിങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ള അതിന് തുടർന്ന് പിന്തുടരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഈ പ്രതിഷേധമൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് കോഴിക്കോട് പാലക്കാട് റൂട്ടിലുള്ള സന ബസ് അവർക്കെതിരായിട്ടാണ് നമ്മളിപ്പോൾ പരാതി കൊടുത്തിട്ടുള്ളത്. അത് കുറേ കാലമായിട്ട് ഈ ബസ് സർവീസ് ആരംഭിച്ച മുതൽ അവർ പുതിയ മാനേജ്മെൻറ്റ് അത് നാട്ടിലുള്ള മറ്റ് വാഹനങ്ങളെ യാത്രക്കാരെയും പരിഗണിക്കാതെയാണ് അവരുടെ യാത്ര. അവരുടെ വാഹനം വന്നു കഴിഞ്ഞാൽ എല്ലാവരും മാറിക്കൊള്ളണം എന്നൊരു സമീപനമാണ്. ഓരോ ദിവസവും ഈ റൂട്ടിൽ പല ഭാഗങ്ങളിൽ ഇത്തരം വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു. പല ആളുകളും രക്ഷപ്പെടുന്നത് ഈ ബസ്സിനെ കാണുമ്പോൾ മാറി നിൽക്കുന്നുണ്ട് മാത്രമാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ചെറിയൊരു കുട്ടികളുടെ LP സ്കൂൾ കുട്ടികളുടെ ഒരു സ്കൂൾ ബസ്സിന് പോയി ബാക്കിൽ പോയി ഇടിച്ചിരിക്കുകയാണ്. അപ്പോൾ പരാതിക്കാരെ ഭീഷണിപ്പെടുത്തുക, അത്തരത്തിലുള്ള സമീപനമാണ് ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വ്യാപകമായിട്ട് പ്രതിഷേധം നമ്മുടെ നാട്ടിനകത്തുണ്ട്. അതിനെതിരായിട്ടാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ ഒരു ക്യാമ്പയിൻ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണ RTOക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ജോയിൻ്റ് RTOക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പരാതിയല്ല, ഞങ്ങളൊരു നിർദ്ദേശം, ഈ സന ബസ്സിന് സ്പീഡ് ഗവർണർ സംവിധാനം ഉണ്ടോ എന്നുള്ളതാണ്. അത് പരിശോധിക്കണം. അത് പരിശോധിക്കാനാവശ്യമായ സമീപനം RTOയുടെ ഭാഗത്ത് ഉണ്ടാവണം. തുടർന്ന് ഞങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകും. ഇത് 2 ദിവസം നിരീക്ഷിക്കും ഞങ്ങൾ ഈ ബസ്സിൻ്റെ യാത്ര എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെ നിയമപരമായിട്ട് തന്നെ ഞങ്ങൾ നിയമം കയ്യിലെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. അവരുടെ ബിസിനസ് പൊളിക്കാനോ അല്ലെങ്കിൽ അവരുടെ മറ്റ് സൗകര്യങ്ങൾ ഇല്ലാതാക്കാനോ ഒന്നുമല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്. അവരുടെ ജോലി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ റോട്ടിൽ മാന്യമായി വണ്ടി ഓടിക്കാൻ വേണ്ടി അവരുടെ ജീവനക്കാരെ ആ മാനേജ്മെൻറ്റ് ബസ് ഉടമകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അല്ലെങ്കിൽ DYFI എന്ന നിലയ്ക്ക് അവർക്ക് ഞങ്ങളൊരു സ്റ്റഡി ക്ലാസ് എടുത്തു കൊടുക്കും. അത് ഈ ബസ് ഏത് കാലത്താണോ ഈ ബസ് ഇത് മാന്യമായി ഓടിക്കാൻ വേണ്ടി പോകുന്നത് അതുവരെ ഞങ്ങളുടെ സ്റ്റഡി ക്ലാസ് തുടരും. അതിന് എത്ര സ്വാധീനം ഉണ്ടായാലും വേണ്ടില്ല, എത്ര ഗുണ്ടകളുണ്ടായാലും വേണ്ടില്ല, അതിനൊക്കെ നേരിടാൻ ശക്തിയുള്ള സംഘടനയാണ് DYFI. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ സന ബസ് അദ്ദേഹത്തിൻ്റെ, നിങ്ങൾ നേരത്തെ പറഞ്ഞു പുതിയ മാനേജ്മെൻറ്റ്, ആ മാനേജ്മെൻറ്റിലെ പ്രധാനപ്പെട്ട വ്യക്തി തന്നെ ഒരു ഇടതുപക്ഷ CPM-ൻ്റെ അനുഭാവിയല്ല, ഒരു ഉറച്ച പ്രവർത്തകനാണ്. അപ്പോൾ സന ബസ്സിന് എതിരെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. കോഴിക്കോട് പാലക്കാട് റൂട്ടിലോടുന്ന ബാക്കിയുള്ള എല്ലാ ബസ്സുകളും വരുമ്പോൾ ആളുകൾ മാറിപ്പോകേണ്ട അവസ്ഥ തന്നെയുണ്ട്. ഒരു ബസ് മാത്രമല്ല, ഞാൻ തന്നെ ഏത് കോഴിക്കോട് പാലക്കാട് ബസ്സിൽ വന്നാലും ഞാൻ വണ്ടി മാറ്റും എന്ന് പറഞ്ഞവർ പലരും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വാർത്ത കാണുന്ന പ്രേക്ഷകർക്ക് ഇത് ഒരു ബസ്സിനെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നതാണോ എന്ന് തോന്നിയാൽ അതിനൊരു മറുപടി DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലക്ക് അന്വേഷണം ഉണ്ടല്ലോ, അതെന്ത് മറുപടി ഉണ്ടാവുക? സന ബസ്സിൻ്റെ ഉടമസ്ഥൻ ആരാന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല. അതേ ഒരു ഇടതുപക്ഷക്കാരനാണോ അതോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതാരും ആയിക്കോട്ടെ, ഇത് ജനങ്ങളുടെ വിഷയമാണ്, ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ഈ കോഴിക്കോട് പാലക്കാട് റോഡിൽ ഓരോ ദിവസവും രക്ഷപ്പെട്ടു പോകുന്ന ആളുകൾ അവരുടെ ഭാഗ്യം കൊണ്ടാണ്. ഇത് സനക്കാരുടെ ഒരു ഔദാര്യമല്ല. ഇവരുടെ രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ, അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇവരെ ഏജൻറ്റുമാരുണ്ട്, അവർ സെറ്റിൽ ചെയ്യുക, ബസ് നിർത്താതെ പോവുകയാണ്. അതിപ്പോൾ സ്ത്രീകളോട് വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളാണ്. സ്കൂട്ടർ യാത്ര ചെയ്യുന്നവർ, കാർ യാത്ര ചെയ്യുന്ന സ്ത്രീകളോടൊക്കെ വളരെ മോശമായ കമൻറ്റ്. ഇപ്പോൾ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ സന ബസ് അമിത വേഗം നിയന്ത്രിക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോൾ നിരവധിയായിട്ടുള്ള പരാതികൾ വരികയാണ്. അതുപോലെ നിരവധിയായിട്ടുള്ള വീഡിയോകൾ, ചിത്രങ്ങൾ ഈ ബസ്സിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ചൊക്കെ ഞങ്ങളുടെയൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയമൊന്നല്ല ഇതിന് വിഷയം, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം. അത് ഒരു രാഷ്ട്രീയം ഞങ്ങൾ നോക്കില്ല, ഏത് ആളാണോ അതിൻ്റെ പിന്നിൽ നോക്കില്ല. ഇനി സന ബസ് എന്ന് മാത്രമല്ല, ഏത് ബസ് അങ്ങനെ വന്നാലും സനയാണ് ഇത് കൂടുതൽ കാണുന്നത്. പൊതുവിൽ സംസാരം സനയാണ്. സനയ്ക്ക് ഒരുപാട് ബസ്സുണ്ട്.
ഞങ്ങൾക്ക് അവരുടെ പ്രയാസം അറിയാം. അപ്പോൾ ഈ അങ്ങാടിപ്പുറം പാലം പോലുള്ള പിന്നെ ഗതാഗത കുരുക്കൊക്കെ നേരിട്ടുകൊണ്ടായിരിക്കാം അവർ വരുന്നത്. ഒരു മിനിറ്റിൽ 2.5 മിനിറ്റ് 2.25 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്റർ പിന്നിടുന്ന അവർക്കുള്ള നിർദ്ദേശം. അതൊക്കെ ഈ ബ്ലോക്കും റോഡിൻ്റെ പരിമിതിയൊക്കെ കാരണം പ്രയാസം ഉണ്ടായിരിക്കാം. പക്ഷേ സ്പീഡിൽ ഓടിച്ചാൽ ഇത് റോങ് സൈഡാണ് വണ്ടി വരുന്നത്. അതുപോലെ ആളെ കയറ്റുന്നതും ഇറക്കുന്നതും റോഡിൻ്റെ നടുവിൽ വെച്ചാണ്. റോങ് സൈഡിൽ വാഹനം ഓടിക്കുക, അതുപോലെ ബ്ലോക്കുള്ള സ്ഥലങ്ങളിൽ ഒരു ഭാഗം ഒഴിഞ്ഞു കിടക്കുമ്പോൾ ആ റൂട്ടിലൂടെ വണ്ടി ഓടിച്ച് കയറ്റുക, ആളുകൾ വേണമെങ്കിൽ മാറിക്കോളാന്ന് പറയുക. ആ രൂപത്തിലേക്കുള്ള ഒരു സമീപനം അത് അംഗീകരിക്കാൻ കഴിയില്ല. അതിന് രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ മുഖമൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഏതായാലും നിങ്ങളുടെ ഡിവൈഎഫ്ഐ എവിടെയായാലും എന്ത് വിഷയത്തിലും ക്രിയാത്മകമായി ഇടപെടുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ പെരിന്തൽമണ്ണയിലെ ഡിവൈഎഫ്ഐ നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഏത് വിഷയത്തിലും സക്രിയമായി ഇടപെടുന്നവർ തന്നെയാണ്. ഈ വിഷയം എല്ലാ വാഹനങ്ങളും എന്ന് താങ്കൾ പറഞ്ഞു, അത് സന കൂടുതലായിട്ട് അപകടകരമായി വാഹനം ഓടിക്കുന്നു. അതുപോലെ എല്ലാ വാഹനങ്ങളും അവർക്ക് ഒരു ക്യാമ്പയിൻ പോലെ വേഗത കുറയ്ക്കാനും അപകടരഹിതമായി വാഹനം ഓടിക്കാനൊക്കെ ഉള്ള ഒരു നിർദ്ദേശം കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഏതായാലും അത് ഭംഗിയായിട്ട് നിങ്ങൾ നിറവേറ്റുമെന്ന് ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും പ്രതീക്ഷിക്കാം. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകുന്നവരെ ഡിവൈഎഫ്ഐ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും.